അഗസ്ത്യ ബോണറ്റ് തുറന്ന് പരിശോധിക്കുകയാണ്. കുറച്ചു നേരത്തെ പരിശോധനയ്ക്കൊടുവിൽ ഒരു വയർ കട്ടായി കിടക്കുന്നത് കണ്ടതും അവൻ അതിനെ എടുത്ത് ജോയിൻ ചെയ്യാൻ ശ്രമിച്ചു. അന്നേരമാണ് അതിൽ ഒട്ടിക്കിടക്കുന്ന ചൂയിങ്കം അവൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. ഇതെന്താ, വയറും ചൂയിങ്കം ചവയ്ക്കാൻ തുടങ്ങിയോ എന്നും പറഞ്ഞ് ബാക്കിയുള്ള വയറൊക്കെ ഓക്കെ ആണെന്ന് നോക്കിയപ്പോഴാണ് അവിടെ മുഴുവൻ നനവ് പടർന്നിരിക്കുന്നത് അവന് കാണുന്നത്. അഗസ്ത്യ ബോണറ്റ് ക്ലോസ് ചെയ്ത് തിരിയാൻ നേരാണ് അവൻ്റെ അരികിലേക്ക് ദിശ വരുന്നത്. എന്ത് പറ്റി സർ? വണ്ടിക്ക് ചെറിയൊരു തകരാറ്, സ്റ്റാർട്ടാവുന്നില്ല. അയ്യോ, സ്റ്റാർട്ടാവുന്നില്ലേ? നമ്മളിനി എന്തു ചെയ്യും മല്ലയ്യ? അവളുടെ പ്രയോഗം കേട്ട് അവനൊന്ന് കടുപ്പിച്ചു നോക്കി. സോറി സർ, ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു പോയതാ. നമ്മളിനി എന്ത് ചെയ്യും സർ? ഇന്നിപ്പോൾ വണ്ടി ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വണ്ടിക്ക് കാര്യമായി എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? വീണ്ടും അവൾ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. അവൻ്റെ ആ കടുപ്പിച്ചുള്ള നോട്ടവും മറുചോദ്യവും കേട്ടപ്പോഴാണ് അബദ്ധം മനസ്സിലാവുന്നത്. അല്ല സർ, സാറല്ല പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെന്ന്. ആ ഒരു ഇതിൽ പറഞ്ഞതാ. അവൾ പറഞ്ഞൊപ്പിച്ചു. എന്നാൽ ഞാൻ പോയിക്കോട്ടെ സർ, ഇവിടുന്ന് കുറച്ച് നടന്ന ഓട്ടോ കിട്ടും. ഉച്ചയ്ക്ക് ശേഷം എനിക്കൊരു പ്രതിഷേധ റാലി ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ സാറിൻ്റെ പോക്ക് നടക്കില്ലല്ലോ. അവളുടെ ആ പറച്ചിലും ഭാവവും കള്ളനോട്ടവും അവനിൽ എന്തോ സംശയം നിറച്ചു. ഇനിയിപ്പോൾ ഇത് ഇവളുടെ പണിയാണെങ്കിലോ? വണ്ടി കേടുവരുത്തി ഇവിടെ നിന്ന് മുങ്ങാനുള്ള അടവ്. നേരത്തെ അവളുടെ വായിൽ ചൂയിങ്ങ കണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു പണി കൊടുക്കണ്ടേ? വേണം, ഉറപ്പായും വേണം എന്ന് മനസ്സിൽ പറഞ്ഞ അഗസ്ത്യ അവളുടെ നേരെ തിരിഞ്ഞു. ഹേയ്, വണ്ടിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി ഇത്തിരി ഒന്ന് തള്ളി തന്നാൽ മതി. വണ്ടി സ്റ്റാർട്ടായാൽ നമുക്ക് തൊട്ടടുത്ത വർക്ക്ഷോപ്പിൽ എത്തിക്കാം. അവർ പെട്ടെന്ന് റെഡിയാക്കി തരും. എന്നിട്ട് നമുക്ക് യാത്ര തുടരാം. അയ്യോ, തള്ളാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഞാൻ തിരികെ പോവുക, ദിശ ഉറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും? ഇവിടെ വരെ നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ ഇതുപോലുള്ള സിറ്റുവേഷനിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ശരിയാണോ? അതുമല്ല, നമ്മൾ ബന്ധുക്കളാവാൻ പോവുമല്ലേ. ആ ഒരു പരിഗണന തരാമായിരുന്നു. ദിശയ്ക്ക് പോകണേൽ പോവാട്ടോ. വീട്ടിലത്തെ അയ്യോട് പറയണം. കെട്ടാൻ പോണ പെണ്ണിൻ്റെ അനിയത്തിയുടെ സ്വഭാവ മഹിമ ചേച്ചി ഒന്ന് കരുതിയിരിക്കാനും. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷറിപ്പിക്കാൻ വേണ്ടി അവൻ നന്നായി അഭിനയിച്ചു. സാറെന്തിനാ ഇതിലേക്ക് എൻ്റെ ചേച്ചിയെ വലിച്ചിരുന്നത്? ഇപ്പം ഞാൻ വണ്ടി തള്ളണം, അത്രയല്ലേ ഉള്ളൂ. തള്ളാം. ദിശ പറഞ്ഞത് കേട്ടതും അഗസ്ത്യ ഉള്ളിലൂടെ ചിരി മറച്ചു പിടിച്ചു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്തു. ദിശ അതിനനുസരിച്ച് സർവ്വശക്തിയെടുത്ത് പിന്നിൽ നിന്നും തള്ളിക്കൊടുത്തു. തള്ളടി തള്ള്, എന്നോടാ നിന്റെ കളി. നിന്റെ കാർ ചീത്തയാക്കും അല്ലടി. കുറച്ചു നേരം തള്ളിട്ടാ എന്നും മനസ്സിൽ പറഞ്ഞു. അവളെ കൊണ്ട് ശരിക്കും തള്ളിപ്പിച്ചു. വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന പ്രയോഗം കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും അനുഭവിച്ചു. ദിശ ആത്മകഥം പറഞ്ഞു വണ്ടി തള്ളുകയാണ്. ഒടുവിൽ അവൾ ശരിക്കും തളർന്നു എന്ന തോന്നലിൽ തൽക്കാലം ഇത്രയും മതി എന്ന് മനസ്സിൽ പറഞ്ഞ അഗസ്ത്യ അവളോട് നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു. വണ്ടി തള്ളി വിയർത്ത് കുളിച്ച് നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവനൊരു മനസ്സുഖക്കുകയും കെട്ടുന്നുണ്ട്. ദിശ, ഇന്ന് ഈ വണ്ടി ശരിയാവുമെന്ന് തോന്നുന്നില്ല. അഗസ്ത്യ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്കങ്ങ് പെരുത്ത് കയറി. എന്നെ കൊണ്ട് ഇത്രയും നേരം വണ്ടി തളിപ്പിച്ചു, ഇപ്പോൾ വണ്ടി ശരിയാവില്ലെന്ന് പറയുന്നു. ഇതങ്ങ് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഇനിയിപ്പോൾ വണ്ടി ശരിയായാലും ഞാൻ എങ്ങോട്ടുമില്ല. ഞാൻ പോവാണ്. എനിക്കിത്തിരി തിരക്കുള്ളതാ. പ്രതിഷേധ റാലിയിൽ പങ്കെടുക്കാനല്ലേ നീ ഇങ്ങനെ തിരക്ക് പിടിച്ചു പോകുന്നത്? അവളുടെ പോക്ക് കണ്ട് അഗസ്ത്യ ചോദിച്ചു. ആണെങ്കിൽ സാറിനെന്താ? ഉത്തരവാദിത്ത ബോധമുള്ള യൂണിയൻ വൈസ് ചെയർപേഴ്സണാണ് ഞാൻ. എനിക്ക് ഇന്നത്തെ റാലിയിൽ പങ്കെടുത്തേ പറ്റൂ. ഞാൻ പോവാം. സാർ വണ്ടിയൊക്കെ ശരിയാക്കി ചോദിച്ച് അങ്ങ് ഒറ്റയ്ക്ക് പോയാൽ മതി. അതും പറഞ്ഞ ദിശ അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. ലോ കോളേജ് മിസ്സിംഗ് സീരീസ്. സനയുടെ മിസ്സിംഗ് നടന്ന് ഇന്നേക്ക് 5 ദിവസം ആയിരിക്കുന്നു. 3 മിസ്സിംഗ് കേസിനിടയിൽ വന്ന ടൈം ക്യാപ് 5 days. ഈ 3 പെൺകുട്ടികളും സാധാരണക്കാരുടെ മക്കളുമാണ്. അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് ദിശ പ്രഭാകറാണെന്ന് ഞാൻ പറഞ്ഞ. അഗസ്ത്യയുടെ വാക്കുകളിൽ ദിശ തറഞ്ഞു പോയിരുന്നു. ഒരു ഞെട്ടലോടെ അവൾ തിരിഞ്ഞു നോക്കി. അവൾ പോവാതിരിക്കാൻ അവൻ ചുമ്മാ തട്ടിവിട്ടതായിരുന്നു അത്. തൻ്റെ വണ്ടി കേടാക്കി അവൾക്ക് ഇന്ന് മുഴുവൻ പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം എന്ന ഉദ്ദേശത്തിലാണ് അവൻ അവളെ പിടിച്ചു നിർത്തുന്നത്. ദേ സാറെ, ചുമ്മാ മനുഷ്യനെ വടിയാക്കല്ലേ. സാറിൻ്റെ നുണ കേട്ട് അങ്ങനെയൊന്നും പേടിക്കുന്നവളല്ല ഈ ദിശ. കള്ളം പറഞ്ഞേ എന്നെ അങ്ങനെ പിടിച്ചു നിർത്താമെന്ന് കരുതണ്ട. ഞാനുള്ളത് പറഞ്ഞതാ. ഇവിടെ നിന്ന് താൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കിഡ്നാപ്പിംഗ് നടക്കുന്നത്. നിന്നെ പൊക്കാൻ വരുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ നിന്റെ കൂടെ നടക്കുന്നത്. എന്തെങ്കിലും ക്ലൂ കിട്ടിയെങ്കിലോ എന്ന് കരുതി. അല്ലാതെ മിസ്സിംഗ് ആയ പെൺകുട്ടികളുടെ വീട് വരെ പോവാൻ എനിക്ക് നിന്റെ സഹായമൊന്നും ആവശ്യമില്ലായിരുന്നു. ഇനിയിപ്പോൾ അവരുടെ വായിൽ ചെന്ന് ചാടിക്കൊടുക്കണം എന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ നീ പോയിക്കോ. അഗസ്ത്യ അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇത്തവണ ദിശ ശരിക്കും പേടിച്ചു. എന്നാൽ ഞാൻ പോണില്ല. അപ്പോൾ നിന്റെ പ്രതിഷേധ റാലി? എനിക്ക് റാലിയല്ല വലുത്,
ജീവനാ. ആണല്ലോ. എന്നാ അവിടെ വായും പൊട്ടി അടങ്ങി നിൽക്ക്. ഞാൻ DCP ആണെന്ന കാര്യം നീ പലപ്പോഴും മറന്നു പോകുന്നു എന്നും പറഞ്ഞവൻ ആര്യനെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം ആര്യൻ അവിടെ എത്തി. പോലീസ് ജീപ്പിലായിരുന്നു അവൻ്റെ വരവ്. അഗസ്ത്യയും ദിശയും പോലീസ് ജീപ്പിൽ പോയതിന് പിന്നാലെ ആര്യൻ അഗസ്ത്യയുടെ വണ്ടി ശരിയാക്കാൻ പരിചയമുള്ള ഒരാളെ വരുത്തിച്ചു. അഗസ്ത്യയുടെ കൂടെ പോലീസ് വാഹനത്തിൽ യാത്ര ചെയ്യാൻ ദിശയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പം കണ്ടു. ഓരോരുത്തന്മാരും ഒരു പഴഞ്ചൊല്ലി എഴുതി വെച്ചോളും, അതനുഭവിക്കാൻ എന്നെപ്പോലെ കുറേ പാവങ്ങളും എന്ന മനസ്സിൽ പറഞ്ഞ ദിശ അഗസ്ത്യയെ ഒന്ന് നോക്കി. ഈ പോലീസ് ജീപ്പിൽ എന്നെ ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും? ദിശ അവന് കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. എന്ത് വിചാരിക്കാൻ? ചിലപ്പോൾ കരുതും നിന്നെ പോലീസിലെടുത്തെന്ന്. അതൊരു നല്ല കാര്യമല്ലേ? പിന്നെ ഒരു നല്ല കാര്യം എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഞാനെന്തോ കുറ്റം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്ന് കരുതുമായിരിക്കും. ദിശ തല ഷോൾ കൊണ്ട് മറച്ചു. ആഹാ, ബെസ്റ്റ്. ഇപ്പോഴാ ശരിക്കും പ്രതിയായത്. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ ഷോൾ നേരെ ഇട്ടു. ഷോ, പരിചയമുള്ള ആരും ഇതുവഴി വരല്ലേ ഈശ്വര. മോളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അച്ഛൻ്റെ ചെവിയിലെത്തിക്കും. ഓ പിന്നെ കുറ്റവാളികളെ പോലീസ് ജീപ്പിൻ്റെ മുന്നിലിരുത്തി കൊണ്ടുപോവുകയാണല്ലോ പതിവ്. പോലീസ് ജീപ്പിൻ്റെ മുന്നിലിരിക്കാൻ പറ്റുന്നതേ ഒരു ഭാഗ്യമാണ്. അതിൽ നിനക്ക് അഭിമാനിക്കാം. എനിക്കിത്തരം ഭാഗ്യങ്ങളൊന്നും വേണ്ടേ? സാറിന് ആ മറ്റേ സാറിനോട് കാറ് കൊണ്ടുവരാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഇനി ഈ ഭാഗത്ത് നിന്നൊന്നും എനിക്ക് ഒരൊറ്റ വിവാഹാലോചനയെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല. അവളുടെ പറച്ചിൽ കേട്ട് അവൻ വല്ലാത്ത ഭാവത്തിലൊന്ന് നോക്കി. സാറെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ലേ? നിന്റെ സ്വഭാവം അറിഞ്ഞാ ഈ നാട്ടിൽ നിന്നല്ല ഒരൊറ്റ നാട്ടിൽ നിന്ന് പോലും നിന്നെ കെട്ടാൻ ചെറുക്കമായി വരുമെന്ന് തോന്നുന്നില്ല. അതെന്താ സാർ അങ്ങനെ ഒരു ടോക്ക്? എൻ്റെ സ്വഭാവത്തിന് എന്താ സാർ ഒരു കുറവ്? കുറവോ? എല്ലാം കൂടുതലേ ഉള്ളൂ. കുരുട്ടുബുദ്ധിയുടെ ആശാത്തിയാണ് നീ. അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. അവനെന്തോ സംശയമുണ്ടെന്ന് തോന്നലിൽ അവൾ അടങ്ങിയിരുന്നു. അങ്ങനെ കാണാതായ 3 പെൺകുട്ടികളുടെ വീട്ടിൽ ചെന്ന് അവിടെയുള്ളവരെയൊക്കെ ചോദ്യം ചെയ്യുകയും വീട് മുഴുവൻ പരിശോധിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ദിശയ്ക്ക് വിശക്കാൻ തുടങ്ങി. അക്കാര്യം അവനോട് പറഞ്ഞെങ്കിലും അവനത് കാര്യമാക്കാതെ മനഃപൂർവ്വം വൈകുന്നേരം വരെ അവളെ പട്ടിണി കിട്ടു. ഇതിനിടയിൽ അഗസ്ത്യ ആര്യനുമായി ഓരോ മണിക്കൂർ ഇടവിട്ട് ഫോണിൽ കോൺടാക്റ്റ് ചെയ്തു. 3 വീട്ടിലെയും ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് തിരികെ മടങ്ങുമ്പോഴേക്കും സമയം 4:30 അടുത്തിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ അഗസ്ത്യയുടെ ഫോൺ ശബ്ദിച്ചു. വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സാറിന് അറിയാൻ പാടില്ലെന്നുണ്ടോ? മോട്ടോർ വെഹിക്കിൾ ആക്ട് സെക്ഷൻ 134C പ്രകാരം വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച 1000 മുതൽ 5000 രൂപ വരെ പിഴ ചുമത്തും. പിഴയ്ക്ക് പുറമെ 6 മാസം മുതൽ 1 വർഷം വരെ തടവോ അല്ലെങ്കിൽ രണ്ടും കൂടിയ ചുമത്താവുന്നതാണ്. നിയമപാലകർ തന്നെ നിയമം തെറ്റിക്കാന്ന് വെച്ചാൽ അത് വളരെ മോശമാണ് സാറേ. പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് സംസാരിക്കാൻ ഒരുങ്ങി അഗസ്ത്യയെ നോക്കി ദിശ പരിഹാസ രൂപേണ പറഞ്ഞു. കൂടെയുള്ളത് ഒരു നിയമം വിദ്യാർത്ഥിനിയാണെന്ന് അന്നേരമാണ് അവൻ ഓർക്കുന്നത്. കുരിപ്പ് എന്നെ നിയമം പഠിപ്പിക്കുകയാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞ് വണ്ടി ഒതുക്കി വെച്ച് ആര്യനെ തിരികെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആര്യൻ, പറ, പുതുതായി എന്തെങ്കിലും വിവരമുണ്ടോ? നോ സർ. ഇന്ന് പ്രസൻ്റായ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും C5 അവരുടെ ക്ലാസ് മുറികളിലുണ്ട്. 4:30ക്കും 5:00നും ഇടയിലാണല്ലോ 3 മിസ്സിംഗ് കേസ് നടന്നത്. 5:30 മണി ആവുന്നതോടെ കോളേജ് കവാടം തുറക്കും. അതുപോലെ ഇന്ന് ആബ്സെൻ്റായ 10 പെൺകുട്ടികൾ വീട്ടിൽ സേഫാണ്. ഓരോ വീട്ടിലും പോലീസിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. ഗുഡ്. ആര്യൻ, ഇന്നൊരു പ്രതിഷേധ റാലി നടന്നില്ലേ? അവിടെയും പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഉണ്ടായിരുന്നു സർ. സമയം 5:00 അടുക്കുന്നു. ഇതുവരെയും നമ്മൾ പേടിച്ച പോലെ 4ാമത്തെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംശയാസ്പദമായി ആരെയെങ്കിലും കോളേജ് പരിസരത്തോ ഇന്ന് ആബ്സെൻ്റായ പെൺകുട്ടികളുടെ വീട്ടു പരിസരത്തോ കണ്ടാൽ ഉടൻ അറസ്റ്റ് ചെയ്യണം. ആര്യൻ, അവരുടെ നെക്സ്റ്റ് ടാർഗറ്റ് ആരാണെന്ന് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നോ സർ. എനിക്കും ഒരു പിടുത്തമില്ല. 3 പേരെയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതറിഞ്ഞിരുന്നേ നമുക്ക് 4ാമത്തെ ആളെ കണ്ടെത്തി കുറ്റവാളികളെ പെട്ടെന്ന് പിടികൂടായിരുന്നു. അതുവരെയും അഗസ്ത്യയുടെ സംസാരം ശ്രദ്ധിക്കാതെ ദിശ പുറം കാഴ്ചകളിലേക്ക് കണ്ണു നട്ടിരിപ്പായിരുന്നു. അവസാനം അവൻ നെക്സ്റ്റ് ടാർഗറ്റിനെ പറ്റി സംസാരിച്ചത് കേട്ടതും അവൾ അവനിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു. അതിലൂടെ അവൾക്ക് വ്യക്തമായി നേരത്തെ തന്നെ അവൻ പറ്റിച്ചതാണെന്ന്. അവൾ അവനെ നോക്കി പല്ലിറമ്മി. അഗസ്ത്യ കോൾ അവസാനിപ്പിച്ചു. ദിശയെ ശ്രദ്ധിച്ചതും തന്നെ നോക്കി ദഹിപ്പിക്കുന്ന ദിശയാണ് കാണുന്നത്. അവൻ ഭാവത്തിൽ അമർത്തി മൂളി. നെക്സ്റ്റ് ടാർഗറ്റ് ഞാനോ എന്ന് പറഞ്ഞു. സാർ അപ്പം എന്നെ പറ്റിച്ചതല്ലേ? ദിശയുടെ ചോദ്യത്തിന് അവൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അന്നേരം അവൾ വണ്ടിയിൽ നിന്നിറങ്ങി. ഞാൻ പോവാം, അവൾ മുഖം കറുപ്പിച്ച് പറഞ്ഞു. ദിശ, എടോ, ഞാൻ കൊണ്ടുവിടാം.
വേണ്ട, ഇവിടെ നിന്ന് കുറച്ച് നടന്ന ഓട്ടോ കിട്ടും, ഞാൻ ഓട്ടോ കയറി പോയിക്കോളാം. സാറിൻ്റെ ഒരു സഹായവും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു നീങ്ങി. പോണെങ്കിൽ പോട്ടെ, എനിക്കെന്താ എന്നും പറഞ്ഞ് അവൻ തൻ്റെ വണ്ടി തിരിച്ചു വിട്ടു. അതേ നേരത്താണ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള മഹീന്ദ്രയുടെ മാക്സിമോ മിനി വാൻ വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവൻ്റെ മനസ്സിലൂടെ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നുപോയി. അവൻ തൻ്റെ വണ്ടി ഒന്ന് നിർത്തി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ആ വാൻ കടന്നു പോയിരുന്നു. ദിശ പോയ വഴിയാണ് വാഹനം കടന്നു പോയിരിക്കുന്നത്. അഗസ്ത്യ തൻ്റെ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. സമയം കൃത്യം 4:55. കൂടുതൽ നേരം ചിന്തിച്ചു നിൽക്കാതെ അവൻ വണ്ടി തിരിച്ചുവിട്ടു. റോഡരികിലൂടെ നടന്നു പോകുന്ന ദിശയുടെ പിന്നാലെ ആ വാഹനം പതിയെ പോകുന്നത് കണ്ടതും അഗസ്ത്യയുടെ കാൽ ആക്സിലറേറ്ററിൽ അമർന്നു. ഇതേ സമയം ഒരു പോലീസ് ജീപ്പ് പിന്നാലെ വരുന്നത് കണ്ടതും മിനി വാൻ തങ്ങളുടെ ദൗത്യം ഉപേക്ഷിച്ച് അവിടുന്ന് അമിത വേഗത്തിൽ മുന്നോട്ട് പോയി. അഗസ്ത്യ അവിടെ എത്തുമ്പോഴേക്കും ആ വാൻ കടന്നു പോയിരുന്നു. വാൻ പോയ വഴിയെ അവനൊന്ന് നോക്കി. ദിശയെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് ആ വണ്ടിക്ക് പിന്നാലെ പോയാൽ ശരിയാവില്ലെന്ന് കണ്ട അവൻ ആര്യനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. വഴിയരികിൽ വെച്ച് കാണുന്ന എല്ലാ ചുവന്ന മാക്സിമോ മിനി വാനുകളും പരിശോധിക്കാൻ പറഞ്ഞ് അഗസ്ത്യ കോൾ അവസാനിപ്പിച്ചു ദിശയുടെ അരികിൽ ചെന്നു. തൻ്റെ അരികിൽ നിർത്തിയ വണ്ടി കണ്ട് ദിശ തലചരിച്ചു നോക്കി. അത് അഗസ്ത്യ ആണെന്ന് മനസ്സിലാക്കിയ ദിശ അവനെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവളുടെ പിന്നാലെ പതുക്കെ ഓടിച്ചു. ദിശ വന്ന് വണ്ടി കയറി, ഞാൻ കൊണ്ടുവിടാം. അഗസ്ത്യ പറഞ്ഞത് ഗൗനിക്കാതെ അവൾ മുന്നോട്ട് നടന്നു. അവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ അഗസ്ത്യ വണ്ടിയിൽ നിന്നിറങ്ങി നടന്നു. തൻ്റെ മുന്നിൽ തടസ്സമായി നിന്ന അഗസ്ത്യയെ മറികടന്ന് പോവാനിറങ്ങിയ ദിശയെ അവൻ പൊക്കിയെടുത്ത് ജീപ്പിനരികിലേക്ക് നടന്നതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. സാർ വിട്, എന്തായി കാണിക്കുന്നത്? താഴെ ഇറക്ക് സാറേ, ഇത് ആരെങ്കിലും കാണൂട്ടോ, അവൾ പിടിയിൽ നിന്നും കുതറി മാറിക്കൊണ്ട് പറഞ്ഞു. അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നേക്കണം, ഇല്ലേ ചവിട്ടിക്കൂട്ടും ഞാൻ, അവളെ വണ്ടിയിൽ ഇരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ശേഷം അവൻ വണ്ടി മുന്നോട്ടെടുത്തു. അന്നേരത്ത് അവൻ്റെ രൗദ്രഭാവം അവളിൽ ഭയം നിറച്ചു. വീടെത്തും വരെ അവൾ അടങ്ങിയിരുന്നു. അവളെ വീട്ടിലിറക്കി അവൾ സേഫായി അകത്തേക്ക് കയറി എന്ന് ഉറപ്പ് വരുത്തിയാണ് അവൻ അവിടെ നിന്ന് പോയത്. ദിശയുടെ സുരക്ഷയ്ക്ക് 2 പോലീസുകാരെ അപ്പം തന്നെ അവളുടെ വീടിൻ്റെ പരിസരത്ത് നിർത്തുകയും ചെയ്തു. ആ മിനി വാൻ ഇപ്പോൾ ഒരു വെഹിക്കിൾ കാരിയർ ട്രക്കിനകത്താണുള്ളതെന്നറിയാതെ നഗരം മുഴുവൻ ചുവന്ന മിനി വാനിന് വേണ്ടിയുള്ള പരിശോധന തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ നെക്സ്റ്റ് ടാർഗറ്റ് ദിശ തന്നെയാണെന്ന നിഗമനത്തിൽ അഗസ്ത്യ എത്തിയിരുന്നു. ഇക്കാര്യം അവൻ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. പിറ്റേ ദിവസം തൊട്ട് ദിശ പോലും അറിയാതെ അവളുടെ നിഴൽ പോലെ പോലീസ് ഉണ്ടായിരുന്നു. 2 ദിവസത്തിന് ശേഷം, അന്ന് ഞായറാഴ്ചയായിരുന്നു, ഇന്നാണ് പെണ്ണ് വീട്ടുകാർ ചെറുക്കൻ്റെ വീട് കാണാൻ ചെല്ലുന്നത്. ചേച്ചി ഒരുക്കിയത് ദിശയായിരുന്നു. പിന്നാലെ അവൾ ഒരുങ്ങി. ഒരു അനിയത്തി ഒരുങ്ങാതെ പോകുന്നത് മോശമല്ലേ? അതുകൊണ്ട് ചേച്ചിയുടെ സാരി എടുത്ത് അവളും ഉടുത്തു. ഒരു ബ്ലാക്ക് നെറ്റ് സാരി. നല്ലൊരു ദിവസമായിട്ട് കറുപ്പ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു. പോരാളിയുടെ വക പതിവ് ഡയലോഗ് കേട്ടപ്പോൾ വയറ് നിറഞ്ഞു. അടുത്ത ബന്ധുക്കളടക്കം 25 പേരുണ്ടായിരുന്നു. ട്രാവലർ പിടിച്ചാണ് അവർ ചെറുക്കൻ്റെ വീട്ടിലെത്തിയത്. ഇന്ദ്രപ്രസ്ഥം എന്ന 2 നില ബംഗ്ലാവിന് മുന്നിൽ വണ്ടി നിർത്തിയതും കുടുംബക്കാരൊക്കെയും വീട് കണ്ട് അന്തം വിട്ട് നോക്കി. ഒപ്പം ചെറുക്കനെയും കൂടി കണ്ടതോടെ ചിലർ അസൂയോടെ ദിയെ നോക്കി. ചെറുക്കനും വീട്ടുകാരും നല്ല രീതിയിൽ തന്നെയാണ് അവരോട് പെരുമാറിയത്. എന്നാൽ അവിടെ ചിലർക്ക് പെണ്ണിൻ്റെ ഫാമിലി അത്രക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് അച്ഛമ്മ രുക്മണിക്കും അപ്പച്ചി രേണുവിനും. പാവപ്പെട്ട കുടുംബത്തിലാണെന്ന തോന്നലും അഖിലിനെ വളച്ചെടുത്തു എന്ന തോന്നലിലും രേണു പുച്ഛത്തോടെ ഓരോരുത്തരെയും നോക്കി. അഗസ്ത്യയ്ക്ക് വേണ്ടി ദിശയുടെ കണ്ണുകൾ പല വഴിക്കും അലഞ്ഞു നടന്നു. ഒടുവിൽ അവനവിടെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ദിശ ശ്വാസം നേരെ വിട്ടു പെണ്ണിൻ്റെ അനിയത്തി എന്ന ടാഗ് ലൈനിൽ കുറച്ചധികം ആറ്റിറ്റ്യൂഡ് ഇട്ട് അങ്ങ് വിലച്ച് നടന്നു. പെണ്ണിൻ്റെ അനിയത്തിയല്ലയോ അത്? ചിലർ അവളെ ചൂണ്ടി ചോദിക്കുമ്പോൾ അവൾ ഗൗരവം ഒട്ടും കുറക്കാതെ നിൽക്കും. അതിനിടയിൽ അവിടുത്തെ ചില പ്രധാന പയ്യൻസ് അവളെ വായി നോക്കുന്നുണ്ടെന്ന് കൂടി മനസ്സിലാക്കിയതും തൻ്റെ ഉള്ളിലെ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിലടച്ചു. പാവത്തുങ്ങൾക്ക് ഇത്രയും സൗന്ദര്യം വാരിക്കോരി തരരുതായിരുന്നു എന്നും മനസ്സിൽ പറഞ്ഞു. പിന്നെയും ജാടയിട്ട് മൊത്തത്തിൽ ഓവറാക്കി കളഞ്ഞു. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ജാതകം കൈമാറി വിവാഹ തീയതി കുറിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് അഖിൽ ദിയയുമായി മുകളിലേക്ക് നടന്നു. അവൾക്ക് വീടൊക്കെയും കാട്ടിക്കൊടുക്കുവാണ് അഖിൽ. ഇതിഷ്ടപ്പെടാത്ത രേണു അഖിലിൻ്റെ അമ്മയായ സുജാതയുടെ അരികിലേക്ക് നടന്നു. അഖിലിൻ്റെ അച്ഛൻ്റെ അശോകൻ്റെ ഒരേയൊരു പെങ്ങളാണ് രേണു. ഭർത്താവ് ഗോപി കൃഷ്ണൻ, ജോലി ഭർത്താവ് ഉദ്യോഗവും. ചേച്ചി, അഖിമോന് ഇതിലും നല്ല ബന്ധം കിട്ടുമായിരുന്നില്ലേ? ഇതിപ്പോൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇതിന് സമ്മതിച്ചേ? പെണ്ണിൻ്റെ തൊലി വെളുപ്പ് കണ്ടിട്ടോ 10 പവൻ തികച്ച് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? വലിയ വലിയ ആൾക്കാർ പങ്കെടുക്കുന്ന വിവാഹമായിരിക്കും. അന്നേരം പെണ്ണ് റോൾ ടു ഗോൾഡ് ഇട്ട് വന്നാൽ നമുക്കല്ല നാണക്കേട്. ഇന്നലെ ഗോപിയേട്ടൻ്റെ ചേച്ചി എന്നോട് പെണ്ണിൻ്റെ കുടുംബത്തെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊഴിഞ്ഞു മാറി. അന്നേരം അവരിങ്ങോട്ട് പറയുക പെണ്ണിൻ്റെ അമ്മ തന്തയും തള്ളയില്ലാത്ത ഒരു അനാഥ പെണ്ണായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ എൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി.
രേണുവിന്റെ പറച്ചിൽ സുജാതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ മുഖത്ത് പ്രകടമാണ്. അവരൊരു അനാഥയായി പിറന്നത് അവരുടെ കുറ്റം കൊണ്ടല്ലല്ലോ രേണു. ഇവിടെ ഇപ്പൊ പെണ്ണല്ലല്ലോ അനാഥ, പെണ്ണിന്റെ അമ്മയല്ലേ. ചേച്ചിക്ക് അത് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. ഗോപിയേട്ടന്റെ വീട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു വിലയുണ്ട്. അതിന് കോട്ടം സംഭവിക്കുന്ന ഒന്നും ഞാൻ അനുവദിച്ചു തരില്ല. ഗോപിയേട്ടൻ്റെ അനിയത്തി ശ്യാമയെ ഞാൻ അകിക്ക് വേണ്ടി ആലോചിക്കാനിരുന്നതാ. അവൾക്കാണെങ്കിൽ അകിയെ വലിയ കാര്യ. ഇതിപ്പോ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പോലും ഞങ്ങളെ ഒന്നും അറിയിച്ചില്ല. ഞാനും അമ്മയും 2 ദിവസം മാറി നിന്നപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം തീരുമാനിച്ചു. നന്നായിട്ടുണ്ട് ചേച്ചി, നന്നായിട്ടുണ്ട്. രേണു ഒന്ന് പതുക്കെ പറ, അവരൊക്കെ അപ്പുറത്തുണ്ട്. സുജാത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് സുജാതേ? അമ്മ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നീ എനിക്ക് മരുമകളല്ല, മകളാണ്. അതുപോലെയാ ഞാൻ കണ്ടത്. എന്നിട്ട് ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ നീ അങ്ങ് എന്നെ ഒഴിവാക്കി കളഞ്ഞു. തറവാട് വെട്ടിപ്പൊളിച്ചു അശോക് പുതിയ വീട് പണിയുമ്പോൾ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഞാൻ ആരുമല്ല. രുക്മണി സാരി തലപ്പുകൊണ്ട് കണ്ണീരൊപ്പി. അങ്ങനെ ചോദിക്കമ്മേ. ഏട്ടത്തി ആയിട്ടല്ല, സ്വന്തം ചേച്ചിയായിട്ടേ ഞാനും കണ്ടിട്ടുള്ളൂ. എന്നോട് ഇത് വേണ്ടായിരുന്നു ചേച്ചി. ഇതേ രേണു, നീ ചുമ്മാ പ്രശ്നം വഷളാക്കല്ലേ. അമ്മേ, ഇത് അമ്മയുടെ വീട് തന്നെയല്ലേ. അങ്ങനെ കരുതാനാണ് ഞങ്ങൾക്കും ഇഷ്ടം. അമ്മേ, ചേച്ചിയുടെ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. അമ്മ വീഴരുതേ. രേണു അമ്മയുടെ കാതിൽ പതിയെ പറഞ്ഞു. അങ്ങ് മാറി നിൽക്കടി, എനിക്കറിയാം എന്ത് വേണമെന്ന്. രുക്മണി രേണുവിനെ ശാസിച്ചു. അമ്മ, ഇത് ഞാൻ അമ്മയുടെ ഒരേയൊരു മോൾ രേണു. നിന്നെ തിരിച്ചറിയാതിരിക്കാൻ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിയിട്ടില്ല. രേണുവിനെ ശാസിച്ചു രുക്മണി സുജാതയ്ക്ക് നേരെ തിരിഞ്ഞു. നിനക്കറിയാലോ സുജാതെ, അഖിലും സച്ചുവും എൻ്റെ ഈ നെഞ്ചി കിടന്ന് വളർന്ന കുട്ടികളാ. എന്നിട്ടും അവൻ്റെ വിവാഹക്കാര്യം വന്നപ്പോൾ നീയും അശോകനും ഒറ്റയ്ക്ക് തീരുമാനമെടുത്തെന്ന് കേട്ടപ്പോൾ ഒരു മനപ്രയാസം. ഇവൾ ഗോപിയുടെ പെങ്ങൾ ശ്യാമയുടെ കാര്യം എന്നോട് നേരത്തെ പറഞ്ഞതാ. ഞാനന്ന് ഇവൾക്ക് വാക്ക് കൊടുത്തു. സമയം പോലെ അശോകനോട് ഇക്കാര്യം ഞാൻ പറയാനിരുന്നതാ. അമ്മ കരുതും പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. സുജാത തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ ശ്രമിച്ചു. ഏതൊരു പെണ്ണിന് ഇഷ്ടമാണെന്നും അച്ഛനും അമ്മയും അവൻ്റെ ഒപ്പം കാണാൻ ചെല്ലണമെന്നും പറയുമ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാ. അവൻ ആ പെണ്ണിനല്ലാതെ മറ്റൊരുത്തിയെ കെട്ടില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾക്ക് വലുത് അവൻ്റെ സന്തോഷമാണ്. പിന്നെ സ്ത്രീധനമായി സ്വർണവും പണവും ഒന്നും അവന് വേണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ദിയ നല്ല കുട്ടിയമ്മേ, നമ്മുടെ കുടുംബത്തിന് ചേരുന്ന അടക്കവും ഒതുക്കമുള്ള ഒരു പാവം പെണ്ണ്. നിങ്ങൾ ഈ പറഞ്ഞ സ്വർണത്തിനേക്കാളും പണത്തിനേക്കാളും വിലമതിക്കുന്ന ഒരു നല്ല മനസ്സുണ്ട് ആ കുട്ടിക്ക്. നമ്മളൊക്കെ ആഗ്രഹിച്ചതും അത് തന്നെയല്ലേ. പിന്നെ അവൻ്റെ ഭാര്യയ്ക്ക് സ്വർണം വേണേ വിവാഹശേഷം അവൻ വാങ്ങിച്ചോളും. അതോർത്തു നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? സുജാത പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ രേണു മുഖം കറുപ്പിച്ച് അവിടെ നിന്ന് നടന്നു. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ട് ദിശ ഒരു ചുവരുകൾക്കപ്പുറം ഉണ്ടായിരുന്നു. അവൾക്കെന്തോ അതൊക്കെയും കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഒന്നും മിണ്ടാതവൾ മുകളിലത്തെ ബാൽക്കണിയിലിരുന്ന് ഓരോന്ന് ചിന്തിച്ചു കൂട്ടി. ഈ പറയുന്ന അഖിലിൻ്റെ അപ്പച്ചി രേണുവും ഭർത്താവും അധികവും ഇവിടെയാണ് താമസം എന്നത് ആരൊക്കെ പറയുന്നത് അവൾ നേരത്തെ കേട്ടിരുന്നു. വെറും കൈയോടെ വന്ന തൻ്റെ ചേച്ചി ഈ വീട്ടിൽ സന്തോഷവതി ആയിരിക്കുമോ? ഇവരൊക്കെ ഓരോന്ന് പറഞ്ഞ് ചേച്ചിയെ വേദനിപ്പിക്കില്ലേ? തങ്ങളുടെ അച്ഛന് 1 പവൻ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി പോലും ഇല്ലെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം. ഇതൊക്കെ അറിഞ്ഞാൽ അച്ഛൻ ഒരുപാട് വിഷമിക്കും. ചേച്ചി അറിഞ്ഞാൽ ഈ വിവാഹമേ വേണ്ടെന്ന് പറയും. അഖിലേട്ടൻ നല്ലൊരു വ്യക്തിയാണ്. ആൾക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചിക്കും അഖിലേട്ടനെ ശരിക്കും ബോധിച്ചിട്ടുണ്ട്. അതിൻ്റെ സന്തോഷം ആ മുഖത്ത് കാണുന്നുണ്ട്. അല്ലായിരുന്നേൽ ഇതുപോലത്തെ വലിയ വീട്ടിൽ ആലോചനയ്ക്ക് താൻ തന്നെ മുടക്കം പറഞ്ഞേനെ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നമ്മ എന്നും പറയുമായിരുന്നു. ചേച്ചിയും ആദ്യം ഈ ആലോചന വേണ്ടെന്ന് പറഞ്ഞതാ. പെണ്ണ് കണ്ട് ഇറങ്ങാൻ നേരം ചെറുക്കൻ തന്നോട് പറഞ്ഞത് ഒരേ ഒരു കാര്യം, ചേച്ചിയെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിക്കണേന്ന്, പ്ലീസ്. അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ. ആ ഒരൊറ്റ ഡയലോഗ് കേട്ട് താനാണ് ചേച്ചിയെ സമ്മതിപ്പിച്ചത്. പാവം ചേച്ചി. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു. അതിനിടയിൽ എതിരെ വന്ന ആളുമായി കൂട്ടിമുട്ടി. താൻ മൂക്കുമുത്തി വീണ് കയ്യും നടുവും ഒടിഞ്ഞു എന്ന ചിന്തയിൽ അവൾ പേടിച്ചു കണ്ണുകൾ ഇറുകെ പൂട്ടി. ഇല്ല, വീണില്ല. വീഴാൻ പോയ തന്നെ ആരോ താങ്ങി പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് അവൾ കണ്ണു തുറന്നു നോക്കിയതും ആദ്യം ഉടക്കിയത് ആ കണ്ണുകളിലാണ്. പതിവ് പോലെ തീക്ഷ്ണമായ നോട്ടത്തിന് മുന്നിൽ അവളൊന്ന് പതറി. എന്നത്തെയും പോലെ മീശ പിരിച്ചു വെച്ചിട്ടില്ല. അതാവാം ആളൊന്നുകൂടി ഗ്ലാമർ ആയിട്ടുണ്ട്. പോലീസ് യൂണിഫോം ആയിരുന്നു അവൻ്റെ വേഷം. അയൺ ചെയ്ത് മിനുക്കിയ ഷർട്ടിൽ ഒരു ചുളിവ് പോലും ഇല്ലായിരുന്നു. ഹാഫ് സ്ലീവ് ഷർട്ടിൽ അവൻ്റെ കയ്യിലെ മസിൽ എടുത്തു കാട്ടുന്നുണ്ട്. ഇയാളുടെ കൈ കൊണ്ട് ഒരെണ്ണം കിട്ടിയാൽ താൻ തീർന്ന്. അതുകൊണ്ട് അവൾ വായി നോട്ടം നിർത്തി ഡീസൻ്റായി
അവൻ്റെ കൈകൾ തൻ്റെ സാരിയുടെ വിടവിലൂടെ അവളുടെ നഗ്നമായ വയറിൽ അമർന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദിശ അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവൻ്റെ കയ്യിലെ തണുപ്പ് അവളുടെ വയറിനെ കുളിരണിയിപ്പിച്ചു. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽപ്പാണ്. സാർ വിട്, അവൻ്റെ പിടിയിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു. സ്വബോധത്തിലേക്ക് വന്ന അഗസ്ത്യ തൻ്റെ കൈ എവിടെയാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞു ധൃതിയിൽ കൈ പിൻവലിച്ചു. അവളിൽ നിന്നുള്ള പിടി അയച്ചു അവളെ നേരെ നിർത്തി. അവളുടെ വയറിൻ്റെ ആ ചെറുചൂട് ഇപ്പോഴും തൻ്റെ കയ്യിൽ അനുഭവപ്പെടുന്നത് പോലെ ഒരു തോന്നൽ. ചമ്മൽ മറച്ചു പിടിച്ചു ഗൗരവത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞു. ഈ കാഴ്ച രേണു ദൂരെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അത് ശരി, ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് പുളിങ്കമ്പ് പിടിച്ചതല്ലേ? നിന്നെയും ഇവിടെ വാഴ്ത്തുമെന്ന് കരുതിയോ? അതിനു മുൻപ് നീ പിടിച്ച കൊമ്പ് ഞാൻ വെട്ടിക്കളിയോടി എന്നും മനസ്സിൽ പറഞ്ഞു. ഈ സംഭവം അമ്മയെ കൂടി അറിയിച്ചേക്കാം എന്ന് കരുതി രേണു താഴേക്ക് നടന്നു. നിന്റെ ഫോൺ എവിടെ? ഞാൻ നിന്നെ രാവിലെ ഒരുപാട് വിളിച്ചു. എന്താ എടുക്കാഞ്ഞത്? അഗസ്ത്യയുടെ പറച്ചിലിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നിട്ടുണ്ട്. ആളുടെ ചോദ്യം കേട്ടാൽ തോന്നും തങ്ങൾ തമ്മിൽ ഭാര്യയും ഭർത്താവുമാണെന്ന്. അല്ല, ഇയാളെന്തിനാ എന്നെ വിളിക്കുന്നത്? തൻ്റെ സംശയം അവൾ അവനോട് തുറന്നു ചോദിച്ചു. അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ ദിശ. ആക്ച്വലി ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, താനത് ഏത് രീതിയിൽ എടുക്കുമെന്നറിയില്ല. അഗസ്ത്യക്ക് എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്നറിയില്ലായിരുന്നു. പതിവില്ലാതെ അവൻ്റെ വിക്കലും വിറയലും കണ്ട് അവൾ വേറെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. ദൈവമേ, ഇനിയിപ്പോൾ ഈ സാർ എന്നോട് ഐ ലവ് യു പറയാനുള്ള പുറപ്പാടാണോ? ആ സ്റ്റാർട്ടിങ് ട്രബിൾ കണ്ടാലറിയാം സംഭവം അത് തന്നെ. അവനെന്തോ മനസ്സിൽ കണ്ടപ്പോൾ ദിശ ടെറസിൽ കണ്ടത് ഇതാണ്. സോറി സാർ, എനിക്ക് താല്പര്യമില്ല. സാറിൻ്റെ മനസ്സിൽ വേണ്ടാത്ത മോഹങ്ങൾ വല്ലതുണ്ടേ അങ്ങ് മറന്നുകളാ. സാറിന് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും. ചേച്ചിയും അനിയത്തിയും ഒരു വീട്ടിൽ കയറി ചെല്ലാൻ ഇത് സസുരാൽ സിമർക്കായോ പത്രമാറ്റമൊന്നും അല്ലല്ലോ. അതുമല്ല, ഞാൻ സാറിനെ അങ്ങനെ കണ്ടിട്ടുമില്ല. ഒരു പോലീസും അഡ്വക്കേറ്റും ജീവിതത്തിൽ ഒന്നിച്ചാൽ ശരിയാവില്ല സാർ. ദിശയുടെ പറച്ചിലിൽ അഗസ്ത്യ കിളി പോയി നിൽപ്പാണ്. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നേ? അഗസ്ത്യ ചോദിച്ചു. സാർ എന്താണ് ഉദ്ദേശിച്ചത്? അത് തന്നെ. ഞാൻ എന്ത് ഉദ്ദേശിച്ചെന്ന്? സാറിന് എന്നോട് മുഹബത്തല്ലേ? എനിക്ക് മനസ്സിലായി സാർ. എന്തോന്ന്? അഗസ്ത്യ അറിയാതെ ചോദിച്ചു പോയി. മുഹബത്ത്? എനിക്ക് നിന്നോട് മുഹബത്തും ഇല്ല, ഒരു സർബത്തും ഇല്ല. മുഹബത്താണ് പോലും, അതും നിന്നോട്. അഗസ്ത്യ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ സാർ, എന്നെ മുഹബത്തിക്കാൻ കൊള്ളില്ലേ? സാറിൻ്റെ ഓവർ എക്സ്പ്രഷനും സ്റ്റാർട്ടിങ് ട്രബിളൊക്കെയും കണ്ടപ്പോൾ ഞാൻ കരുതി അതാണെന്ന്. എനിക്ക് പിന്നെ പറയാനുള്ളത് അങ്ങ് നേരെ പറഞ്ഞുകൂടായിരുന്നു. ദിശ ചുണ്ടു കൂർപ്പിച്ചു. ആകെ ചമ്മി നാറിയെന്ന് അറിയാമായിട്ടും ചുമ്മാ ആറ്റിറ്റ്യൂഡ് ഇട്ട് പിടിച്ചു നിന്നു. എന്നാ പറഞ്ഞേക്കാം, ലോ കോളേജ് മിസ്സിംഗ് സീരീസിലെ അടുത്ത ഇര ദിശ പ്രഭാകറാണ്. കേട്ടിട്ടുണ്ട്, ഇത് കുറേ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പറ. ദിശ അവനെ പുച്ഛിച്ചു. ദിശ, ഐ ആം സീരിയസ്. നീയാണ് അവരുടെ അടുത്ത ലക്ഷ്യം. ഏത് നിമിഷവും നിനക്ക് നേരെ ഒരു ആക്രമണം നടക്കാം. അതുകൊണ്ട് നീ തനിച്ച് ഒരിടത്തും പോവാൻ പാടില്ല. നിന്നിലൂടെ കാണാതായ പെൺകുട്ടികളെ കണ്ടെത്താൻ പറ്റും എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതിനാൽ കുറച്ചുനാൾ നിഴൽ പോലെ നിന്റെ കൂടെ ഞാനുണ്ടാവും. പിന്നെ നീ നേരത്തെ പറഞ്ഞ ആ മുഹബത്ത് കൊണ്ടാണ് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത് ഒരു തോന്നലുണ്ടെങ്കിലേ അതങ്ങ് മടക്കി പോക്കറ്റിലിട്ടാൽ മതി കേട്ടാ. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അത്രമാത്രം. മനസ്സിലായോ? എൻ്റെ കയ്യിൽ പോക്കറ്റില്ല സാർ, അവൾ പതിയെ പറഞ്ഞു. എന്തോന്ന്? മനസ്സിലായെന്ന് പറഞ്ഞതാ, അവൾ പതിഞ്ഞ സ്വരത്തിൽ വീണ്ടും പറഞ്ഞു. ഒന്ന് അമർത്തി മൊഴി അവൻ അവൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി. രേണു അമ്മയും കൂട്ടി മുകളിലോട്ട് വന്നപ്പോൾ ദിശയുടെ അരികിൽ അഗസ്ത്യയില്ലായിരുന്നു. ഇരുവരും ദിശയുടെ അരികിലേക്ക് നടന്നു. രുക്മണിയെയും രേണുവിനെയും കണ്ടപ്പോൾ നേരത്തെ നടന്ന സംസാരം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാതെ അവൾ മുന്നോട്ട് നടന്നു. ഒന്ന് നിന്നേ. പിന്നിൽ നിന്നും രേണു വിളിച്ചതും ദിശ നടത്തു നിർത്തി തിരിഞ്ഞു നോക്കി. ചേച്ചിയും അനിയത്തിയും പുളിങ്കൊമ്പ് പിടിക്കാൻ നേരം ഓർത്ത് കാണില്ല കൊമ്പൊടിഞ്ഞു വീഴുമെന്ന്, അല്ലെങ്കിൽ വെട്ടി വീഴ്ത്തൂന്ന്. ആരാ മക്കൾക്ക് ഈ ബുദ്ധിയൊക്കെയും പറഞ്ഞു തന്നത്? അമ്മയാണോ? നിന്റെ അമ്മ നിന്റെ അച്ഛനെ അടിച്ചു മാറ്റിയതുപോലെ അത്ര എളുപ്പമല്ല ഇന്ദ്രപ്രസ്ഥത്തിലെ പിള്ളേരെ അടിച്ചു മാറ്റാൻ. ചേച്ചിക്ക് പിന്നാലെ ഇവിടെ കയറി പറ്റാം എന്നാവുമല്ലേ? എന്നാ കേട്ടോ, നിന്റെ ചേച്ചി പോലും ഈ വീട്ടിലെ മരുമകളായി വരില്ല. വരാൻ ഞാൻ സമ്മതിക്കില്ല, രേണു പരിഹാസത്തോടെ പറഞ്ഞു. എൻ്റെ പൊന്നമ്മച്ചി, നിങ്ങളിത് എന്ത് തേങ്ങയായി പറയുന്നേ? അല്ല, ആരടിച്ചു മാറ്റാന്ന് നിങ്ങൾ പറഞ്ഞേ? എനിക്കങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ദ്രപ്രസ്ഥമെന്നോ വാനപ്രസ്ഥമെന്നോ. ഇനിയിപ്പോൾ എന്ത് പ്രസ്ഥമായാലും വേണ്ടില്ല, ആ
പ്രസ്ഥത്തിലെ ചെറുക്കൻ തന്നെയാ എൻ്റെ ചേച്ചിയുടെ സൗന്ദര്യം കണ്ടും സ്വഭാവം ഗുണം കണ്ടും മയങ്ങി അങ്ങോട്ട് പ്രപ്പോസലുമായി വന്നത്. ദിശയുടെ പറച്ചിൽ രേണുവിനെ അങ്ങ് ചൊടിപ്പിച്ചു. അവരെന്തോ പറയാൻ വന്നതും രുക്മണി കൈ ഉയർത്തി തടഞ്ഞു ദിശയ്ക്ക് നേരെ തിരിഞ്ഞു. കുട്ടി, നീയും അഗസ്ത്യവും തമ്മിൽ എന്താ ബന്ധം? രുക്മണിയുടെ ചോദ്യം മാന്യമായ രീതിയിലായിരുന്നു. ദിശയ്ക്ക് അവരോട് മോശമായി സംസാരിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല മുത്തശ്ശി, ദിശ മാന്യമായി മറുപടി നൽകി. മുത്തശ്ശിയോ? ആരാടി നിന്റെ മുത്തശ്ശി? രേണു നിന്നോടല്ല പറഞ്ഞത് മിണ്ടരുതെന്ന്. രുക്മണി രേണുവിനെ ശാസിച്ചു. അമ്മേ, ഇവൾ കള്ളം പറയുന്നതാ. ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതല്ലേ ഇവർ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത്. ആണോടി കൊച്ചേ? അയ്യോ മുത്തശ്ശി, ഞാനൊന്ന് വീഴാൻ പോയപ്പോൾ അഗസ്ത്യ സാറിനെ താങ്ങി നിർത്തി, അത്രേ ഉള്ളൂ. അത് ഇവർ കണ്ടു കാണും, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല മുത്തശ്ശി, ദിശ പറഞ്ഞു. അത് കേട്ടതും രുക്മണി ഒന്ന് മൂളിക്കൊണ്ട് താഴേക്ക് നടന്നു. അമ്മേ നിക്കമ്മേ, ഞാൻ കണ്ടതാ. 2 കെട്ടിപ്പിടിച്ച് കണ്ണും നോക്കി ഞാൻ നിൽക്കുന്നു. ഇവളോടൊന്നും ഇങ്ങനല്ല ചോദിക്കേണ്ടത്, ഞാൻ കാണിച്ചു തരാം. രേണു പറയുന്നത് കേട്ടിട്ടും രുക്മണി കേൾക്കാത്ത മട്ടിൽ താഴേക്ക് നടന്നു. ഇതേ പെണ്ണുപിള്ളെ, ചുമ്മാ കഥകൾ ഇറക്കിയാലുണ്ടല്ലോ നിങ്ങളുടെ 2 കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പം നിങ്ങളാണ് പാഷാണത്തിലെ കൃമി. നിങ്ങളുടെ കൃമികടി ഞാൻ മാറ്റി തരുന്നുണ്ട്. ഡി ഒന്ന് പോ പെണ്ണുമിള്ളേ. നിങ്ങളെൻ്റെ ചേച്ചിയെങ്ങാനും വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നിന്റെ ചേച്ചിയെ വിഷമിപ്പിക്കുക മാത്രമല്ല, വേണ്ടി വന്ന 2 പൊട്ടിക്കാനും എനിക്കറിയാം. രേണു പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ ദിശയുടെ കൈ അവരുടെ കഴുത്തിൽ അമർന്നു. എന്നാ പിന്നെ നിങ്ങളങ്ങ് തീർന്ന്. ഇറച്ചി വെട്ടുന്ന മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ടേ ഈ പള്ളയ്ക്ക് കറ്റിയാൽ നല്ല സുഖമായിരിക്കുമല്ലേ? നിങ്ങളുടെ പള്ള കുത്തിക്കീറും ഞാൻ. എന്നെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. ഞാനേ സ്ത്രീ ഗുണ്ടാ സംഘത്തിലെ മെയിൻ ലേഡി ഗുണ്ടയാ. ദിശ രേണുവിന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു. ദിശയുടെ ഭീഷണിയിൽ രേണു ശരിക്കും പേടിച്ചു. അന്നേരാണ് അങ്ങോട്ട് അഖിലും ദിയയും വരുന്നത്. ഇരുവരെയും കണ്ടതും രേണു ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. ആഹാ, ദിശയും അപ്പച്ചിയും ഇത്ര പെട്ടെന്ന് കൂട്ടായോ? അപ്പച്ചി അങ്ങനെയാ, എല്ലാവരുമായി പെട്ടെന്ന് കൂട്ടാവും. അഖിൽ പറഞ്ഞത് കേട്ടപ്പോൾ ദിശയ്ക്ക് ചിരിയാണ് വന്നത്. അതേ അഖിലേട്ടാ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടോ. അഖിലേട്ടൻ്റെ അപ്പച്ചി വൻ കോമഡിയാ. ഞാനേ ചിരിച്ചു ചത്തു. ഞാൻ പറയുമായിരുന്നു, അപ്പച്ചിയുടെ ഈ കലാവാസന രേണുമോൾ ജോക്സ് എന്നും പറഞ്ഞ് ബാലരമയിൽ പബ്ലിഷ് ചെയ്യാറുന്നില്ലേന്ന്. മലയാളം കാർട്ടൂൺ ലേഡി സൂപ്പർ സ്റ്റാർ ഡാക്കിനി അമ്മൂമ്മയ്ക്ക് ശേഷം കാർട്ടൂൺ ലോകം ഭരിക്കാൻ പോകുന്നത് രേണുമോളായേനെ. ദിശയുടെ പറച്ചിൽ കേട്ട് ദിയയും അഖിലും കിളിപ്പോയി നിൽപ്പാണ്. ദിശ രേണുവിനിട്ട് താങ്ങിയതാണെന്ന് ഇരുവർക്കും മനസ്സിലായി. രേണുവിൻ്റെ അന്നേരത്തെ മുഖം കണ്ടാലറിയാം ദിശ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ദിയ ദിശയെ നോക്കി കണ്ണുരുട്ടി. അപ്പച്ചി സോറി, അവൾ അങ്ങനെയാ, വായിൽ തോന്നുന്നത് വിളിച്ചു പറയും. ദിയ രേണുവിനോട് മാപ്പ് പറഞ്ഞു. ഓ അതൊന്നും സാരമില്ല മോളെ, കൊച്ചു പെണ്ണല്ലേ. അല്ല മോളെ, ഞാൻ മോളുടെ അനിയത്തിയോട് പറയുമായിരുന്നു, മോളുടെ കയ്യിലും കഴുത്തിലും ഒന്നും ഒരു തരി സ്വർണം പോലും ഇല്ലല്ലോ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചിക്ക് സ്വർണത്തിനോട് താല്പര്യമില്ലെന്ന്. അന്നേരം ഞാൻ പറയുമായിരുന്നു, ഇവന് നേരത്തെ ഒരുപാട് ആലോചന വന്നിരുന്നേ. എല്ലാം നല്ല സുന്ദരി കുട്ടികൾ, അതുമല്ല വല്ല പണക്കാരുടെ മക്കളും. 100ഉം 200ഉം സ്വർണ്ണം ഇടാന്ന് പറഞ്ഞതാ. ഞങ്ങളുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ ആരായാലും അങ്ങനെയല്ലേ പറയുള്ളൂ. ഓ തുടങ്ങി തള്ളയുടെ തള്ളൽ. ഇവരുടെ ഈ അംബാനി വൈബണ്ടാ തോന്നും അംബാനിയുടെ ഭാര്യയാണെന്ന്. ദിശ പിറുപിറുത്തു. അവരാരെയും ഇവനിഷ്ടപ്പെട്ടില്ല. അവനിഷ്ടപ്പെട്ടത് മോളെയും. 100-200 ഒന്നും തരാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും മോളുടെ വീട്ടുകാർക്കില്ലെന്നറിയാം. എന്നാലും ഒരു 50എങ്കിലും വേണ്ടേ? രേണുവിൻ്റെ സംസാരം കേട്ട് ദിയ അഖിലിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പച്ചി എന്തൊക്കെയായി പറയുന്നേ? ദിയയുടെ അച്ഛനോട് ഞാൻ സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. എടാ മോനെ, ഒരച്ഛൻ മകൾക്ക് അറിഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാ സ്ത്രീധനാവും? വലിയ VIPs പങ്കെടുക്കുന്ന വിവാഹമാണിത്. നമ്മുടെ അന്തസ്സിനത്ത് ഇവരും അറിഞ്ഞു പെരുമാറണ്ടേ? അതല്ലേ മോളെ അതിൻ്റെ ഒരു ശരി? ക്ഷമിക്കണം അപ്പച്ചി, 50 പവൻ സ്വർണം പോയിട്ട് 5 പവൻ സ്വർണം പോലും ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കില്ല. എൻ്റെ അച്ഛനെ കൊണ്ട് അത് കൂട്ടിയാൽ കൂടില്ല. ഇനിയിപ്പോൾ അച്ഛൻ തന്നാൽ പോലും ഞാനത് വാങ്ങിക്കില്ല. ഇതാണ് ദിയ. എന്നും ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും. ആർക്കു വേണ്ടിയും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല. എന്നെ ഞാനായിട്ട് സ്നേഹിക്കാനും സ്വീകരിക്കാനും പറ്റുമെങ്കിൽ മാത്രം ഈ വിവാഹം നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കാണ്. ദിയ അഖിലിന് നേരെ തിരിഞ്ഞോട് പറഞ്ഞു. ശേഷം താഴേക്ക് നടന്നു. അവളുടെ പറച്ചിൽ അഖിലിനെ വേദനിപ്പിച്ചു. അവൻ അപ്പച്ചിയെ കടുപ്പിച്ചു നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇതിലും വേദം വല്ല അനാഥാലയത്തിലും കഴിയുന്ന പെണ്ണിനെ കെട്ടുന്നതായിരുന്നു. അതാകുമ്പോൾ ഇതിനേക്കാൾ അന്തസ്സുണ്ടായിരുന്നു. 10 പൈസ ഗതിയില്ല. എന്നിട്ടും അവളുടെ നാക്കിൻ്റെ നീളം കണ്ടില്ലേ?
ഇതാണോ നിങ്ങളൊക്കെ പറഞ്ഞ ഇവളുടെ സ്വഭാവ ഗുണം? അഹങ്കാരി. രേണു തൻ്റെ ചേച്ചിയെപ്പറ്റി മോശം പറയുന്നത് കേട്ടപ്പോൾ ദിശയ്ക്ക് സഹിച്ചില്ല. എൻ്റെ ചേച്ചി അഹങ്കാരിയാവുന്നത് എപ്പോഴാണെന്നറിയോ? ഞങ്ങളുടെ അച്ഛനെ ആരെങ്കിലും താഴ്ത്തി കെട്ടുന്നത് കാണുമ്പോഴാണ്. അച്ഛൻ്റെ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്ന മക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ വേദനിക്കുന്നത് സഹിക്കില്ല. അതുപോലെ എനിക്ക് എൻ്റെ ചേച്ചി വേദനിക്കുന്നത് കണ്ടാലും സഹിച്ചെന്ന് വരില്ല. അഖിലേട്ടനെ വേണ്ടെന്ന് പറയുമ്പോഴും ആ മനസ്സ് നീറുന്നത് ഞാൻ കണ്ടതാ. എൻ്റെ ചേച്ചി ആഗ്രഹിച്ചതുപോലെ ഈ വിവാഹം നടക്കും. അതും 50 അല്ല 55 പവൻ സ്വർണ്ണിട്ടുകൊണ്ട് എൻ്റെ ചേച്ചി എല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കും. ഇതെൻ്റെ വാക്കാ. എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ലേ എൻ്റെ പേര് നിങ്ങളുടെ പട്ടിക്കിട്ടോ. മറിച്ചാണെങ്കിൽ ഞാനും ഒരു പട്ടി വാങ്ങിക്കും. ആവേശമൊക്കെ നല്ലതാ. അല്ല, നീ എന്താ വല്ല ബാങ്കും കൊള്ളടിക്കാൻ പോവാണോ? രേണു അവളെ പരിഹസിച്ചു. അതിന് എൻ്റെ പേര് രേണുക എന്നല്ലല്ലോ അപ്പച്ചി. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും അപ്പച്ചി. ഓ, പാട്ടയെടുത്ത് തണ്ടാനുള്ള പ്ലാനാണല്ലേ? എങ്കിൽ ആദ്യ സംഭാവന എൻ്റെ വകയാട്ടോ. 500 രൂപ. ഇപ്പം കയ്യിൽ ക്യാഷ് ആയിട്ടില്ല, GPay ചെയ്താൽ മതിയോ? രേണു ദിശയെ പരിഹസിച്ചു. പിന്നെ ജോക്സ്. അഖിലേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ് കേട്ടോ. എന്തൊരു ഹ്യൂമർ സെൻസാ ഈ അപ്പച്ചിക്ക്. കേൾക്കുന്നവർക്കേ അമ്മിക്കല്ലെടുത്ത് തലക്കടിക്കാൻ തോന്നും. നോട്ടി അപ്പച്ചി. രേണുവിൻ്റെ പരിഹാസം ദിശയെ തളർത്തിയില്ല. പെണ്ണെ, നീ കൂടുതൽ വിളച്ചിലെടുക്കല്ലേ. ഇതേ ഞങ്ങളുടെ വീടാ. കഴുത്തിന് പിടിച്ച് വെളിയിലെറിയും ഞാൻ. അപ്പച്ചി വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം. എൻ്റെ ഭാര്യ ആവാൻ പോകുന്ന പെണ്ണിൻ്റെ അനിയത്തിയാ ദിശ. ദിശ ഇപ്പം എനിക്കും അനിയത്തിയാ. രേണുവിൻ്റെ സംസാരം അതിര് കടന്നതും അഖിൽ ഇടപെട്ടു. എടാ, നിനക്കിപ്പോൾ വലുത് ഇന്നലെ കണ്ട പെണ്ണും അവളുടെ അനിയത്തിയും ആണല്ലോ. അപ്പച്ചീനെ തികച്ച് വിളിക്കില്ലായിരുന്നു. ഈ കൈകൊണ്ട് എന്തോരം ചോറ് വാരി തന്നതാ, എന്തോരം കഥകൾ പറഞ്ഞ് ഉറക്കിയതാ. ഇപ്പം മോന് അപ്പച്ചി പറയുന്നതൊന്നും പിടിക്കില്ല. രേണു സെൻറ്റി ഇറക്കി ട്രാക്ക് മാറ്റി. എന്താ അഖിലേട്ടാ ഇത്? അപ്പിയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പച്ചിയെന്ന് തികച്ച് വിളിക്കില്ലായിരുന്നല്ലോ. അഖിലേട്ടൻ അമ്പിളി മാമനെ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഈ അപ്പി ഒരേ സമയം എന്തോരം അമ്പിളി മാമന്മാരെയാണ് പിടിച്ചു തന്നത്. ഒന്ന് ചോദിച്ചപ്പോൾ 1 ഡസൻ അമ്പിളി മാമനെ പിടിച്ചു തന്നത് മറന്നു പോയല്ലേ. പാവം അപ്പി. അതൊക്കെ മറന്ന് പെരുമാറി അപ്പിയെ വിഷമിച്ചാലേ അഖിലേട്ടന് ഉറുമ്പ് കടിക്കും, നോക്കിക്കോ. ദിശ പറഞ്ഞതൊക്കെയും കേട്ട് അഖിലിന് ചിരിയും വരുന്നുണ്ട്. കേട്ടോടാ, ഈ പെണ്ണ് പറയുന്നത് കേട്ടോ. മൂത്തവരെ ബഹുമാനിക്കാൻ അറിയാത്ത വായാടി പെണ്ണ്. എന്നാലും നിന്നിൽ നിന്നും ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല അഗ്യമോനെ. ഈ അപ്പച്ചിക്ക് സന്തോഷമായടാ, സന്തോഷമായി. ദേ അഖിലേട്ട, അപ്പച്ചിക്ക് സന്തോഷമായെന്ന്. ഷോ, അത് മതി. വാവ്, ഓസ്കാർ ലെവൽ ആക്ടിങ്. ഇല്ലാത്ത കരച്ചിൽ വരുത്തി സാരി തലപ്പ് കൊണ്ട് കണ്ണുനീരൊപ്പുന്ന രേണുവിനെ നോക്കി ദിശ പറഞ്ഞു. ദിശയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്ന് തോന്നിയതും ദിശയെ ദഹിപ്പിച്ച് നോക്കി രേണു അവിടെ നിന്ന് എസ്കേപ്പായി. കൊടുകൈ പെൺപിള്ളേരായ എങ്ങനെ വേണം? അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ദിശയ്ക്ക് ഷേക്കാൻ നൽകിക്കൊണ്ട് അഖിൽ പറഞ്ഞപ്പോൾ ദിശ ഒന്ന് പുഞ്ചിരിച്ചു നടന്നു നീങ്ങി. ഹേ ദിശ, ഒന്ന് നിന്നേ. അഖിലിൻ്റെ വിളി കേട്ട് ദിശ തിരിഞ്ഞു നോക്കി. എന്തുദ്ദേശത്തിലാ അപ്പച്ചിയെ വെല്ലുവിളിച്ചേ? അവരിന്ന് തന്നെ പട്ടിയും വാങ്ങിച്ചു വരും തൻ്റെ പേരിടാൻ. ഞാനും വാങ്ങുന്നുണ്ട് അഖിലേട്ടാ ഒരു പട്ടി. ഞാൻ വാങ്ങിച്ച അന്ന് എന്നെ പേരിടും, രേണുമോളേന്ന്. ദിശ തമാശ കള. ദിയയ്ക്ക് വേണ്ട സ്വർണം ഞാൻ വാങ്ങിത്തരാം. ആരും അറിയില്ല, അറിയും വേണ്ട. എനിക്ക് ദിയെ വേണം. ഈ വിവാഹം നടക്കണം. അഖിലിൻ്റെ സ്വരത്തിൽ വേദന കലർന്നിരുന്നു. കൊള്ളാം. രാജകുമാരിയെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന രാജകുമാരൻ. രാജകുമാര, താങ്കളുടെ നല്ല മനസ്സിന് 1000 നന്ദി. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ലേ? എൻ്റെ മനസ്സാക്ഷിയെ വഞ്ചിച്ച് ലക്ഷ്യം നേടാൻ ഈ മാർഗം സ്വീകരിച്ച എൻ്റെ പട്ടിക്ക് എൻ്റെ പേര് തന്നെ ഇടുന്നതാവും നല്ലത്, ദിശ ചിരിയോടെ പറഞ്ഞു. അല്ല, ഈ കിഡ്നിക്കൊക്കെ ഇപ്പോൾ നല്ല വിലയുണ്ടോ ആവോ? അല്ലെങ്കിലും ഒരു കിഡ്നിക്ക് 55 പവൻ്റെ വിലയൊന്നും കിട്ടില്ലല്ലോ അല്ലേ? ഈ ദൈവത്തിന് മനുഷ്യനെ 2 കിഡ്നിക്ക് പകരം 1 ഡസൻ കിഡ്നി തന്നാൽ പോരായിരുന്നു. എന്നാ 11 വിറ്റ് ഞാൻ ലക്ഷങ്ങൾ ഉണ്ടാക്കിയേനെ എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നവളെ അഖിൽ വല്ലാത്ത ഭാവത്തിൽ നോക്കി. ഇതൊക്കെയും കേട്ടുകൊണ്ട് തൊട്ടരികിലെ മുറിയിൽ അഗസ്ത്യ ദൈവമേ, ഇതെന്തിൻ്റെ കുഞ്ഞാണെന്തോ. അപ്പച്ചിയെ ക്ഷണ്ണ വരപ്പിച്ചില്ലേ. ഇപ്പോഴത്തെ ആ പെർഫോമൻസ് ഉണ്ടാ ശരിക്കും ഒരു സിംഗപ്പെണ്ണ് തന്നെ. എന്നാൽ ചില സമയത്ത് തോന്നും കിലുക്കത്തിലെ രേവതിക്ക് മണിച്ചിത്രത്താഴിലെ പപ്പുവിനുണ്ടായ മുതലാണെന്ന്. എന്നാലും ഇവൾ എവിടെ നിന്ന് അത്രയും പണം ഒപ്പിക്കും? ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ബാങ്ക് കൊള്ളടിച്ചു കളയോ? പറയാൻ പറ്റില്ല.
എന്നും മനസ്സിൽ പറഞ്ഞ് അവൻ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പെണ്ണിൻ്റെ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയും പോയതും രേണു തൻ്റെ നാത്തൂനെ അഖിലിനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റാത്തതിൻ്റെ ആവലാതി പറഞ്ഞു എല്ലാവരുടെയും ചെവി തിന്നു. അന്നേരം അഖിലിൻ്റെയും അഗസ്ത്യയുടെ അച്ഛൻ ഒരു തീരുമാനത്തിലെത്തി. അഗസ്ത്യയെ കൊണ്ട് ശ്യാമയെ കെട്ടിക്കാന്ന്. ഈ വാർത്ത അഗസ്ത്യയുടെ ചെവിയിലെത്തിയതും അവൻ എതിർത്തു. തനിക്കിപ്പോൾ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് അഗസ്ത്യ ഉറപ്പിച്ചു പറഞ്ഞു. അഗസ്ത്യയുടെ വാക്കുകൾ കേൾക്കാതെ അച്ഛമ്മ രുക്മിണി ഉടനെ കണിയാനെ വരുത്തിച്ചു, പ്രശ്നം വെപ്പിച്ചു. കവടി നിർത്തുന്ന കണിയാൻ തൻ്റെ മുന്നിലുള്ളവരെ ഒന്ന് നോക്കി. ഇതിനിടയിൽ കണിയാനും രേണുവും തമ്മിൽ നടന്ന ഐ കോണ്ടാക്ട്. അവിടെ കൂടി നിന്ന് ആരും കണ്ടില്ല. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. കളബടുവേ, കണിയാനാണ് പോലും കണിയാൻ. ഒറിജിനൽ കണിയാന്മാർക്ക് പേർദോഷം ഉണ്ടാക്കാൻ ഓരോ ഡ്യൂപ്പ് ഇറങ്ങിക്കോളും. ഇനിയിപ്പോൾ താൻ പറയാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് മാത്രമല്ല നമ്മുടെ വായനക്കാർക്കും. എന്നാലും അവിടെ ചുറ്റും നിന്നവർക്ക് അറിയില്ലല്ലോ അങ്ങയുടെ തിരുനാവിൽ നിന്നും വീഴാൻ പോകുന്ന മായം ചേർക്കാത്ത ജ്യോതിഷ ശാസ്ത്ര സത്യങ്ങൾ. യെസ്, ഫൈനലി കണിയാൻ അത് പറഞ്ഞു സുഹൃത്തുക്കളെ. നമ്മുടെ DCPക്ക് ജാതകവശാൽ ഇപ്പോഴാണ് മംഗല്യയോഗം. 3 മാസത്തിനുള്ളിൽ വിവാഹം നടന്നില്ലെങ്കിൽ ആൾക്ക് പെണ്ണ് കിട്ടൂലത്രേ. അതായത് ആൾക്ക് പിന്നെ മംഗല്യയോഗം ഇല്ല, അത്ര തന്നെ. പിന്നീട് ജീവിതകാലം മുഴുവൻ സിംഗിളായി നടക്കേണ്ടി വരും. കണിയാൻ്റെ വാക്കുകൾ കേട്ട് ഇന്ദ്രപ്രസ്ഥം തറവാട് ഒന്നടങ്കം നടുങ്ങി. ഒപ്പം അഗസ്ത്യ കുടുങ്ങി. എല്ലാവരും ഞെട്ടലോട് ഞെട്ടൽ. കൂട്ടത്തിൽ രേണുവായിരുന്നു ഏറ്റവും കൂടുതൽ ഞെട്ടിയത്. ഇല്ലേ, സംശയം തോന്നില്ലേ? അഗസ്ത്യക്ക് ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ഞാൻ സിംഗിളായി നടന്നോളാം എന്ന് പറഞ്ഞ് പുച്ഛിച്ച് നിൽക്കുന്ന അഗസ്ത്യയെ എല്ലാവരും നോക്കി. സച്ചു, ഇക്കാര്യത്തിൽ നിന്റെ അഭിപ്രായം ആർക്കും അറിയണ്ട. അഖിമോൻ്റെ വിവാഹത്തിൻ്റെ കൂടെ നിന്റെ വിവാഹവും നടക്കും. ഇത് ഇന്ദ്രപ്രസ്ഥത്തിൽ രുക്മിണിയുടെ തീരുമാനമാണ്. വിത്ത് BGM. പണിക്കരെ, മുഹൂർത്തം കുറിച്ചോളൂ. ഇന്ദ്രപ്രസ്ഥത്തിൽ രുക്മിണിയുടെ ആജ്ഞയ്ക്ക് മുമ്പിൽ നമ്മുടെ ശിവകാമി ദേവിയുടെ ആജ്ഞ പോലും ഒന്നുമല്ലെന്ന് തോന്നിപ്പോവും. അച്ഛാതെ ടൈമിങ് ആൻഡ് പെർഫെക്ഷൻ. ഇത് കേട്ടത് പിന്നെയും തറവാട് കുലുങ്ങി. ഇനിയും ഒരു വട്ടം കൂടി കുലുങ്ങിയാൽ താൻ ഇടിഞ്ഞു വീണ് നിലം പതിക്കുമെന്ന് തോന്നിയ തറവാട് സ്വയം കരുത്താർജി. അച്ചമ്മയുടെ വാക്ക് ധിക്കരിക്കാൻ അഗസ്ത്യക്ക് പറ്റുമായിരുന്നില്ല. അവൻ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടൽ നടത്തി അച്ചമ്മയുടെ മുൻപിൽ വന്നു നിന്നു. ശരി, വിവാഹത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ ഞാൻ പറയുന്ന പെണ്ണിനെ നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തരണം. ജീവിതകാലം മുഴുവൻ സിംഗിളായി നടക്കുന്ന മകനെയും കൊച്ചുമകനെയും കാണേണ്ടി വരില്ലല്ലോ എന്നോർത്ത് അവരൊക്കെ അഗസ്ത്യയുടെ ആവശ്യം അംഗീകരിച്ചു. സച്ചു, നിന്റെ മനസ്സിലുള്ള പെൺകുട്ടി ആരാ? സുജാത ചോദിച്ചു. സച്ചൂട്ടാ, പറയടാ, ആരായാലും ഈ അച്ചമ്മ നടത്തി തരും. ഇന്ദ്രപ്രസ്ഥത്തിൽ രുക്മിണിക്ക് വാക്കൊന്നേ ഉള്ളൂ. അമ്മേ, ദിസ് ഈസ് ചീറ്റിംഗ് കേട്ടോ. അപ്പം എനിക്ക് തന്ന വാക്കോ? രേണു അമ്മയെ നോക്കി പല്ലിറമി. ദിശ, ആക്കിയുടെ വുഡ് ബിയുടെ സിസ്റ്റർ. എനിക്ക് അവളെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അച്ചമ്മയുടെ ഉറപ്പ് കിട്ടിയതിന് പിന്നാലെ അഗസ്ത്യ ആ പേര് വെളിപ്പെടുത്തി. ഇന്ദ്രപ്രസ്ഥം തറവാട് ശരിക്കും കുലുങ്ങിയത് അപ്പോഴായിരുന്നു. വീണ്ടും എല്ലാവരും ഞെട്ടലോട് ഞെട്ടൽ. ദിശയുടെ പേര് കേട്ടതും 10,000 കൊടുത്ത് കണിയാനെ കൊണ്ട് കള്ളം പറയിപ്പിച്ച രേണു ഞെട്ടുക മാത്രമല്ല ബോധം പറഞ്ഞ് വീഴുകയും ചെയ്തു. പാവം രേണു 10,000 പോയി, ബോധവും പോയി. ഇനി ഇവിടെ നിന്ന് തൻ്റെ സമയം മോശമാക്കണോ എന്ന തോന്നലിൽ കണിയാൻ അവിടുന്ന് അപ്പം തന്നെ സ്കൂട്ടായി.